കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം മഴക്കെടുതിയാണ്. ഈ മഴക്കെടുതി മൂലം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വെച്ചാൽ പ്രളയം. ഇത് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെയും മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് താഴ്ന്ന മേഖലയെല്ലാം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡൽഹിയിൽ നിന്നും ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. അതിൻ്റെ ഒരു വിദഗ്ധനെ നേരത്തെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇയാളെ ഊക്കാൻ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ കഥയാണ് നമ്മൾ ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇതൊരു കോമഡി വീഡിയോ. കേരളത്തിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെയും വേദനിപ്പിക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ ഇതൊരു സമകാലീന പ്രസക്തിയുള്ള ഒരു വീഡിയോ കൂടി ആയതിനാലും ആരെയും ദ്രോഹിക്കുക എന്നുള്ളൊരു ഉദ്ദേശമില്ലാത്തതിനാൽ നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അമ്പത് 55 എങ്ങനെ ഞാനിതൊന്ന് കണ്ടുപിടിക്കാൻ ആലോചിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഹലോ ഹലോ, ഇങ്ങനെ വെള്ളത്തിന് അളവെടുപ്പാണോ? അല്ല, എന്ത് പറഞ്ഞിട്ടാ ഈ ചോദിക്കുന്നേ? ഇപ്പൊ ഒരു നിയമം ഇറങ്ങിയായിരുന്നോ? ആറ്റില് മണല് വാരി കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവത്തില്ലെന്നോ? സർക്കാർ എന്തറിഞ്ഞിട്ടാ ചെയ്യാത്തേ? സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ, കാണുന്നില്ല, പറച്ചിലേ ഉള്ളു. സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുക, പ്രളയം ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കാൻ. എടോ, മുഖ്യമന്ത്രി എന്തോടാ പറഞ്ഞേക്കുന്നത്? ആറ്റിന് മൊത്തം മണലാണ്. ഇവിടെ വന്നപ്പോ മണൽ എവിടോ? ഇവിടെ മൊത്തം പാറയാണല്ലോ. ഇവിടുത്തെ മണൽ മൊത്തം സർക്കാർ ഉണ്ടാവാതിരിക്കുക. ആറ്റിലെ മണലുണ്ടോന്ന് അറിയണ്ടേ? മുഖ്യമന്ത്രി മണൽ വാരി സർക്കാർ ഓടിക്കുക. താനൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണോ? ഇവിടെ എന്തുമാത്രം മണലുണ്ടോ? ഇവിടെ മൊത്തം പാറയാണല്ലോ. പാറ ആറ്റിലേക്ക് ഒഴുകി പോവുക മണലായി. നിങ്ങളുടെ മറ്റേ ഗ്ലൗസിന്റെ അളവെടുക്കുന്ന പോലെ അളവെടുക്കുമല്ല ഭൂമിക്കടിയിൽ വെള്ളത്തില്. പെണ്ണുങ്ങൾക്ക് അളവെടുക്കുന്ന പോലെ ബ്ലൗസും ഷർട്ടും അളവെടുക്കുന്നു. വെള്ളത്തിന്റെ അളവെടുക്കാൻ ആരാ മാഷേ നിങ്ങൾ പഠിപ്പിക്കുന്നതോ? ഇത് പുതിയ തന്ത്രവും പുതിയ നിയമവും. എന്തോടാ അവിടെ? എന്തോ പ്രശ്നം? ഇവിടെ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാള് എന്നെ അളവെടുക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഏതാ മാഷേ? ഞാൻ ഇതായിട്ട് അറിയുന്നുണ്ട്. മാഷേ, ബ്ലൗസിന് അളവെടുക്കുന്നു, വെള്ളത്തിന് അളവെടുക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? ഈ കിടക്കുന്ന മണലും കാര്യങ്ങളും തന്നെയല്ലേ നേരെ നദിയിലേക്ക് ഒഴുകി പോകുന്നത്? ഈ മണൽ തന്നെയല്ലേ താഴോട്ട് ഒഴുകി പോകുന്നത്? പിന്നെന്താ പ്രശ്നം? നാട്ടുകാരെന്താ ചെയ്യുന്നത്? നാട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നടിയിലെ മണലെല്ലാം ഊക്കി 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 അല്ലേ? അതെ. പൊന്നു മാഷേ, ഈ വെള്ളത്തിന് അളവെടുത്തിട്ട് എന്തോ ചെയ്യാനാ? ഞാൻ പറയട്ടെ, നിങ്ങൾ കൂടുതൽ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾക്ക് വെള്ളത്തിന് അളവെടുക്കാൻ അറിയാം. യഥാർത്ഥത്തിൽ എന്തെങ്കിലും താൻ അളവെടുത്തിട്ടുണ്ടോ മെമ്പറെ? ആണെന്നോ കിടന്നോ നീ എന്തോ? ഇവിടെ നമ്മുടെ കൊല്ലംകാർ ഐസ്ക്രീം പപ്പടത്തിന് എന്ത് കണ്ടാലും മതി. പക്ഷേ നമ്മൾ ഒന്നാണ്, നമ്മളോട് കളിക്കാൻ കൊല്ലമാണ്. അതാടാ കൊല്ലം. എന്റെ പൊന്നു മാഷേ, ഈ പാവാടയ്ക്കും ബ്ലൗസിനും അളവെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വെള്ളത്തിന് അളവെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. നിങ്ങളുടെ എവിടെയെല്ലാം വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട. അമ്പലപ്പുഴ കൊണ്ടുവന്ന് അങ്ങനെ ആള് ശരിയല്ല. ഇവിടെ മണൽ വാരാനാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ്? കല്ലുമണ്ണ്. ഇവിടെ ആറ്റിലോട്ട് ഊറ്റിക്കൊണ്ടിട്ട് അവിടെ എടുക്കാനാ. ഇവിടെ മൊത്തം ഒഴുക്ക് കൂടുന്നത് കൊണ്ടാണ് ഇവിടെ ആൾക്കാർ ചാവുന്നത്. മണൽ ഊറ്റിക്കും, പക്ഷെ നാടിന് നന്മയുള്ളതായിരിക്കും. മനുഷ്യന് വേണ്ടിയുള്ള പ്രവൃത്തികളായിരിക്കും. വിട്ടേറെ, അവൻ ചത്തുവാൻ. പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. എന്റെ അരിയും പോയി അങ്ങോട്ട്